നമസ്കാരം. സോഷ്യൽ മീഡിയ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് തമിഴ് നടൻ വിജയും അതുപോലെ തന്നെ തൃഷയുമായിട്ടുള്ള അവിഹിത ബന്ധത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു വിജയുടെ ഭാര്യ സംഗീത കോടതിയിൽ ഒരു ഹർജി നൽകുന്നതും വിജയ്ക്കെതിരെ ഒരു പരാതി നൽകുന്നതും. അതായത് വിജയ്ക്ക് ഒരു നടിയുമായിട്ട് അവിഹിത ബന്ധമുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു സംഗീത ഒരു പരാതി നൽകിയിരുന്നത്. ഇത് തമിഴ്നാട്ടിലൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്രധാന കാര്യമാണ് വിജയ് സിനിമാ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് മുഴുനീള രാഷ്ട്രീയ പ്രവേശനത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന ഇലക്ഷനിൽ മത്സരിച്ച് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാവണം എന്നുള്ളത് തന്നെയാണ് വിജയുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നതും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വിജയ് ഇതിനെതിരെയുള്ള കടുത്ത തയ്യാറെടുപ്പിൽ തന്നെയാണ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. വിജയുടെ ഈ ഒരു രാഷ്ട്രീയ പ്രവേശനം എന്ന് പറയുന്നത് തമിഴ്നാടിനെ മൊത്തത്തിൽ തന്നെ ആകെ ഒന്ന് ഭയപ്പെടുത്തുക തന്നെ ചെയ്തിട്ടുണ്ട്. തമിഴ്നാട് ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റാലിൻ ഭരണത്തിനെയൊക്കെ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് ആഴ്ത്തുന്ന രീതിയിലായിരുന്നു വിജയുടെ രാഷ്ട്രീയ പ്രവേശനം എന്ന് പറയുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ വിജയും അതുപോലെ തന്നെ തൃശയുമായിട്ടുള്ള ഒരു അവിഹിത ബന്ധത്തിന്റെ കഥ തമിഴ്നാട്ടിലാകെ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നത്. വിജയുടെ ഭാര്യ ഇങ്ങനെ ഒരു ഹർജി നൽകുന്നതിന് മുമ്പ് തന്നെ ചില റൂമറുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെയും ചില മഞ്ഞപത്രങ്ങളിലൂടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനിടയിലായിരുന്നു ബി.ജെ.പിയുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള നയനാർ നാഗേന്ദ്രൻ വിജയും തൃശയും കുറിച്ച് ഒരു വിവാദ പരാമർശം നടത്തിയതെല്ലാം. 2022 ലിയോ എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ വെച്ചിട്ടാണ് വിജയും തൃശയും വീണ്ടും കണ്ടുമുട്ടുന്നതും ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിക്കുന്നതും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു സിനിമയിലൂടെ തന്നെയാണ് ഇവർ തമ്മിലുള്ള ബന്ധം വീണ്ടും ഉടലെടുത്തത് എന്നാണ് സംഗീത കോടതിയിൽ നൽകിയിരിക്കുന്ന പരാതിയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നതും. വീട്ടിൽ ഈ ഒരു ബന്ധത്തെക്കുറിച്ച് അറിയുകയും സംഗീതയും മറ്റു കുടുംബാംഗങ്ങളൊക്കെ ചേർന്ന് വിജയ്ക്ക് ഒരു താക്കീത് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ വിജയ് ആ ഒരു സമയം ഈ ഒരു ബന്ധത്തെക്കുറിച്ച് പറഞ്ഞത് അത്തരത്തിലൊന്നുമല്ല, സൗഹൃദമാണ് എന്നുള്ള രീതിയിലായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഈ ഒരു ബന്ധത്തെക്കുറിച്ച് തീവ്രമായിട്ടുള്ള കുറച്ച് കഥകളൊക്കെ പുറത്തു വന്നതിന് ശേഷം വിജയ് ഈ ഒരു ബന്ധം അംഗീകരിക്കുകയും നടിയുമായിട്ടുള്ള ഈ ബന്ധം അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിജയ് ഭാര്യ സംഗീതയ്ക്ക് വാക്കും നൽകിയിരുന്നു. എന്നാൽ വിജയ് ഈ വാക്ക് പിന്നീട് ലംഘിക്കുകയായിരുന്നു ചെയ്തത് എന്നാണ് സംഗീത പറയുന്നത്. അങ്ങനെ തമിഴ്നാട് ഒട്ടാകെ വിജയുമായി ബന്ധപ്പെട്ടുള്ള ഈ വാർത്ത ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജയ് സിനിമാ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് മുഴുനീള രാഷ്ട്രീയ ജീവിതത്തിലേക്ക് ഇറങ്ങി ഇപ്പോ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ആവണമെന്നുള്ള സ്വപ്നത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു വാർത്ത വിജയെ തേടിയെത്തുന്നതും. ഒരു പരിധിവരെ വിജയുടെ കൂടെ ഉണ്ടായിരുന്ന ആരാധകരിൽ കുറച്ച് ആളുകളൊക്കെ തന്നെ വിജയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് വിജയ് പക്ഷത്തു നിന്നും മാറി നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെ പക്ഷേ വിജയോ അല്ലെങ്കിൽ വിജയുടെ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളോ ഒന്നും തന്നെ പ്രതികരിക്കുകയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഈ വിജയ് തൃഷ ബന്ധത്തെക്കുറിച്ച് വലിയ രീതിയിൽ ചർച്ച വന്നപ്പോഴും വിജയും തൃഷയും ഇതിനെതിരെ മൗനമായി നിൽക്കുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ ഒരു നിർമ്മാതാവിന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ തൃഷയും വിജയും ഒരേ വേഷം ധരിച്ചിട്ട്, ഒരേ കളറുള്ള വേഷം ധരിച്ചിട്ട് ഒരേ കാറിൽ ആ വിവാഹവേദിയിലേക്ക് എത്തിയ വാർത്ത നമ്മളെല്ലാവരും തന്നെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ട്. ഈ ഇവർ തമ്മിൽ ഇങ്ങനെ ഒരുമിച്ച് എത്തിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ വിവാദ പരാമർശങ്ങളും വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഭാര്യ ഇത്ര രൂക്ഷമായിട്ടുള്ള ഒരു പരാതി വിജയ്ക്കെതിരെ നൽകിയ സമയത്തും വിജയ് ഇതിനെതിരെ ഒരു മറുപടിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും പ്രേക്ഷകരോടോ അല്ലെങ്കിൽ വിജയുടെ ആരാധകരോടോ ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. മറിച്ച് വിജയ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തികച്ചും ചെറ്റത്തരമാണ് എന്നുള്ള രീതിയിലാണ് സനാഖാനെ പോലെയുള്ള ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കുറിച്ചിരിക്കുന്നത്. കാരണം ഒരു ഭാര്യ തന്റെ ഭർത്താവ് തന്നോട് ചതി കാണിച്ചു, തന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പരാതി നൽകിയിരിക്കുന്ന സമയത്ത് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാതെ വിജയ് തന്റെ കാമുകി എന്ന് പറയപ്പെടുന്ന തൃശയോടൊപ്പം വീണ്ടും ഇത്തരത്തിൽ ഇങ്ങനെ ലോകം ചുറ്റിക്കറങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ തന്നെയാണ് വിജയുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ വീണ്ടും കടന്നു വന്നിരിക്കുന്നത്. ഒരു പരിധിവരെ വിജയ്ക്ക് അല്പം കൂടി സംയമനം പാലിക്കാമായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾക്കും തുറന്നു പറയാനുള്ളത്. കാരണം വിവാഹമോചന ഹർജി കോടതി പരിഗണിക്കാനിരിക്കെ ഒരു നടിയുമായിട്ടുള്ള അവിഹിത ബന്ധമുണ്ടെന്ന് ഭാര്യ പരാതി പറഞ്ഞത് നിലനിൽക്കെ വിജയ് എന്തുകൊണ്ടാണ് വീണ്ടും തൃശയും കൊണ്ട് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തത് എന്ന് വീണ്ടും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുക തന്നെ ചെയ്യുന്നു. കാരണം ഇവരുടെ ബന്ധത്തെ കൂടുതൽ ആക്കം കൂട്ടുന്ന രീതിയിൽ തന്നെയുള്ളതാണ് ഈ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ വാർത്തകളിലൂടെ ഉൾപ്പെടുത്താൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.